പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു ചുരുക്കം ആദ്യം തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സമീപകാലത്തിറങ്ങിയ മാർക്കോ എന്ന ഒരു സിനിമയുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ നായകനായ ഒരു സിനിമയുണ്ട്. അതിൻ്റെ പേരാണ് മാർക്കോ. ആ സിനിമ ഉടനടി എത്രയും പെട്ടെന്ന് അടിയന്തിരമായി നിരോധിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. അത് കാരണസഹിതം അത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ സിനിമയെക്കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? സിനിമ എന്ന കലാരൂപം മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ് എന്നത്. അതേസമയം സിനിമ എന്ന് പറയുന്നത് അത് സിനിമയാണ്, അതൊരു കലാരൂപമാണ്. അതിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ സംവിധായകനും അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾക്കുമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു കലാരൂപമായതുകൊണ്ട് അതിനെ ഒരു കലാരൂപമായി നമ്മൾ കാണണം, അതിനപ്പുറത്തേക്ക് നമ്മൾ കാണരുത് എന്നൊക്കെയുള്ള വാദഗതികൾ സമൂഹത്തിൽ നിരന്തരം നമ്മൾ ഉയർന്നു കേൾക്കാറുണ്ട്. ഒരു കലാരൂപത്തിൽ എത്ര രൂക്ഷമായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിലും അത് കണ്ടിട്ട് അതിൻ്റെ ഒരു കലാരൂപമായി നമ്മൾ കാണണം, അത് കണ്ടിട്ട് അങ്ങ് വിട്ടുകളയണം. അത് സമൂഹത്തിലേക്ക് പകർത്തേണ്ട കാര്യമൊന്നുമില്ല. അത് പകർന്നാൽ തന്നെ ആ സിനിമ എടുത്തവർക്കൊന്നും അതിൽ ഉത്തരവാദിത്വമില്ല എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പൂർണ്ണമായ അർത്ഥമില്ല എന്നുള്ള വാദമൊന്നും എനിക്കില്ല. സുഹൃത്തുക്കളെ, സിനിമ പതിറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തിൽ വയലൻസ് എന്ന് പറയുന്നത് സിനിമകളിൽ കൂടി പതിറ്റാണ്ടുകളായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വയലൻസ്. പക്ഷെ വയലൻസ് സിനിമയിൽ കൂടി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയിലെ കഥാതന്തുവിനോട് ഇഴുകിച്ചേരുന്ന നിലയിൽ ആ സിനിമയുടെ കഥയുമായി, ആ കഥയിൽ എവിടെയെങ്കിലും വയലൻസ് ഉണ്ടെങ്കിൽ അവിടെ വയലൻസ് കാണിച്ച് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിനു മുമ്പ് പതിറ്റാണ്ടുകളായി നമ്മൾ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കും. സിനിമയിൽ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചു തുടങ്ങിയതൊന്നുമല്ല. എത്രയോ സിനിമകളിൽ സംഘട്ടനം, കത്തിക്കുത്ത് അതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷേ അന്ന് നമ്മൾ കണ്ട തരത്തിലുള്ള ഒരു വയലൻസ് ആണോ ഇപ്പോൾ സിനിമയിലുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് പതിറ്റാണ്ടുകളായി നമ്മൾ സിനിമ കാണാറുണ്ട്. ആ സിനിമ കാണുമ്പോഴൊക്കെ തന്നെ ആ സിനിമയിലുള്ള വയലൻസ് നമുക്ക് അരോചകമായി തോന്നിയിട്ടുണ്ട് സുഹൃത്തുക്കളെ? ഒരിക്കലുമില്ല. വയലൻസ് ഉണ്ടാവാറുണ്ട് സിനിമകളിൽ. പക്ഷേ ആ വയലൻസ് ആ കഥയുമായി ചേർന്ന് പോകുന്ന, ആ കഥയിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് നമുക്ക് വയലൻസിനെ അല്ലെങ്കിൽ അക്രമത്തിനെ ഇതുവരെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി, കഴിഞ്ഞ 1-2 വർഷക്കാലമെങ്കിലുമായി സിനിമയിൽ അതുപോലെയാണോ നമ്മൾ വയലൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അക്രമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണോ? കഥയിൽ അക്രമം വേണ്ടെടുത്ത അക്രമം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കഥയിൽ വയലൻസ് വരേണ്ട ഒരു ഭാഗത്ത് വയലൻസ് എന്നുള്ള നിലയിലാണോ ഇപ്പോൾ സിനിമയിൽ നമുക്ക് വയലൻസ് കാണാൻ കഴിയുന്നത്? ഒരിക്കലുമല്ല. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയിലെ കഥ എന്ന് പറയുന്നത് തന്നെ വയലൻസ് ആണ് എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ മാറിയിരിക്കുകയല്ലേ? പല സിനിമകളിലും സിനിമ എന്നത് തന്നെ വയലൻസ്, സിനിമ ഈ സിനോണിമസ് വിത്ത് വയലൻസ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറിയിരിക്കില്ലേ? ഇത്ര സിനിമകൾ നമുക്ക് അതിന് ഉദാഹരണങ്ങളായിട്ട് അപ്പോൾ മാർക്കോ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വേറെ പല സിനിമകളുടെയും കാര്യം നമുക്ക് പറയാനുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് RDX എന്ന് പറഞ്ഞൊരു സിനിമ, ഈ ഷെയ്ൻ നിഗമൊക്കെ നായകനായ ഒരു സിനിമ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങി. RDX എന്നാണ് അതിൻ്റെ പേര്. അത് ആ സിനിമയിലെ 3 നായകന്മാരുടെ പേരിൻ്റെ ആദ്യ അക്ഷരമാണ്. പക്ഷേ RDX എന്ന് പറയുന്നത് തന്നെ എന്താ, ഒരു സ്ഫോടക വസ്തു. ആ സിനിമ നിർഭാഗ്യവശാൽ ഞാൻ കാണാനിടയായി. ആ സിനിമയിൽ ആദ്യാവസാനം വയലൻസ് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ, വെറും വയലൻസ്. അതിന് കഥയില്ല, ഒന്നുമില്ല. വയലൻസ് കാണിക്കാൻ വേണ്ടി കുറച്ച് കഥ എന്നുള്ളത് മാത്രമുണ്ട്.
അവിടെ നമ്മളിങ്ങോട്ട് വന്ന് ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടു. ആ പണി എന്ന് പറഞ്ഞ സിനിമയിൽ RDXനേക്കാൾ കൂടുതൽ കഥയുണ്ട്. പക്ഷേ ആ കഥയിലൊക്കെ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് കൊടും ക്രൂരതയാണ്, വയലൻസാണ്. നമ്മളത് കണ്ടതല്ലേ? അപ്പോൾ അതിലൊക്കെ തന്നെ വയലൻസാണ് പിന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, അക്രമമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ അത് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലെത്തിയപ്പോൾ അതിൻ്റെ ഉച്ചകോടിയിലെത്തി എന്നാണ് എൻ്റെ ഒരു എപ്പിറ്റോം ഓഫ് വയലൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രത്തെ നമുക്ക് വിലയിരുത്താം. എനിക്ക് ആ സിനിമ കാണണമെന്നുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു നടൻ്റെ മകൻ അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് താങ്ങാൻ കഴിയില്ല അത്രയും വയലൻസ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സിനിമ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാനിന്ന് രാവിലെ എൻ്റെ മകൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, മോനെ ആ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ എന്താണ് സിനിമ, ആ കഥയുടെ സിനിമ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, അങ്കിളെ കുത്തും വെട്ടും അതാണ് ആ സിനിമ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് എന്നോട്. കൈ വെട്ടുക, കാല് വെട്ടുക, തല വെട്ടുക. ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്കൊരു മനം പുരട്ടൽ പോലെ തോന്നി. അത് മരം മുറിക്കുന്ന വലിയ ബ്ലേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ശരീരം മുറിക്കുക, വായിലിങ്ങനെ കൈയിട്ട് രണ്ട് വശത്തേക്കും കീറുക, ഗർഭിണിയായിട്ടുള്ളൊരു പെണ്ണിനെ ഇങ്ങനെ അടിക്കുമ്പോൾ കൊച്ചു തെറിച്ചു പോവുക. എത്ര ഭീകരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ഇത്ര ഭീകരം ഒരു കഥയില്ല, വയലൻസ് മാത്രം. ആ സിനിമ മാർക്കറ്റ് ചെയ്തത് തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്നുള്ള നിലയിലാണ് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് തന്നെ. ആ സിനിമയുടെ ഈ പറഞ്ഞ പോലെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ തന്നെ അടിമുടി ആദ്യാവസാനം 180% വയലൻസ് മാത്രമാണ് ആ സിനിമയ്ക്ക് പറയാൻ. ആ നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറി. അപ്പം സാവധാനമല്ല, വളരെ വേഗതയിൽ തന്നെ സിനിമയിൽ വയലൻസ് കാണിക്കേണ്ടത് 5-10% സ്ഥലത്താണെന്ന് വയലൻസ് കാണിച്ചിരുന്നതെങ്കിൽ വയലൻസ് അതങ്ങ് നിറഞ്ഞു വന്നു. ഇപ്പം 100%വും 2.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ 2.5 മണിക്കൂർ സമയവും വയലൻസ് എന്നുള്ള നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്കോ എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമ വലിയ തെറ്റായിട്ടുള്ള സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന കൂട്ടക്കൊലകളുടെയൊക്കെ കാരണം ഈ മാർക്കോ സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സിനിമ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരുടെ ഇടയിലും പിന്നെ കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഒക്കെ തന്നെ ഈ കൊലപാതകം എന്ന് പറയുന്ന പ്രവർത്തനത്തിനോട് ഈ പറഞ്ഞ പോലെ ഇൻസെൻസിറ്റീവ് ആകുകയാണ്. ഇത് എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ് എന്നുള്ള ഒരു രീതി ഈ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മാർക്കോ പോലുള്ള സിനിമകൾ വളരെ ഭയാനകമായ രീതിയിൽ പങ്കുവഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് OTT പ്ലാറ്റ്ഫോമിൽ അത് വന്നു. OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു നിയന്ത്രണമില്ലാതെ ജനം കണ്ടുകൊണ്ടിരിക്കുക. അന്ന് വന്നപ്പോഴത്തേക്ക് ആ OTT പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്, ആ സിനിമയിൽ ഇല്ലാതിരുന്ന കട്ട് ചെയ്ത് കളഞ്ഞ ഒരു ഭാഗം കാണിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ ഭാഗത്തും അതിഭീകരമായിട്ടുള്ള വയലൻസ് ജനങ്ങളെ കാണിക്കുകയാണ്. ഈ OTTയിൽ ഈ സിനിമ വരുന്നതുമായി ബന്ധപ്പെട്ട് വയലൻസ്, അക്രമം വിറ്റ് കാശാക്കുകയാണ്. ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുന്ന സിനിമ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന അതിഭീകരമായിട്ടുള്ള ഭീഭത്സമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ അടിയന്തരമായി നിരോധിക്കണം എന്നാണ് എനിക്ക് സർവ്വശക്തി ഉപയോഗിച്ച് പറയാം. ഈ സിനിമയൊക്കെ സെൻസർ ബോർഡ് കടന്നു വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ആ സിനിമ ഞാൻ കണ്ടില്ല. ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ പെരുത്ത് കയറി. ഒരുപക്ഷെ സിനിമയൊക്കെ ഞാൻ കാണാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബോധം കെട്ട് വീഴുമായിരുന്നു എനിക്ക് സമയം. ചില സ്ത്രീകളൊക്കെ സിനിമ കണ്ടിട്ട് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനുഷ്യനെ ഈ മരം മുറിക്കുന്ന ബ്ലേഡ് കൊണ്ട് മുറിച്ച്, എനിക്കത് പറയാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി നമ്മൾ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ അടിയന്തരമായി നമ്മൾ നിരോധിക്കണം. ആ നിരോധിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്.